ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് തിലോപ്പി പൊള്ളിച്ചെടുക്കണതാണ്. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഒരു നല്ല തിലോപ്പി കിട്ടിയിട്ടുണ്ട് 1 കിലോൻ്റെ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ മീൻ കിട്ടുകയാണെങ്കിൽ പൊള്ളിച്ചെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റി ആയിരിക്കും കഴിക്കാനും എടുക്കാനൊക്കെ. ചെറിയ മീനും പൊള്ളിക്കാൻ പറ്റില്ല എന്നില്ല, പക്ഷെ അത് നമുക്ക് കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ ഞാൻ വൃത്തിയായിട്ട് ഞാനൊന്ന് ഉരച്ച് കഴുകി ക്ലീൻ ആക്കിയിട്ടൊന്ന് വരാം. അപ്പോൾ മീനൊക്കെ നമ്മുടെ വൃത്തിയായി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല പോലെ ക്ലീൻ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലൊന്ന് വരഞ്ഞു കൊടുക്കാം. ഉപ്പും മുളക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മീൻ ഇത് വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, മസാലക്കൂട്ട് എങ്ങനെയാണ് ഇതിന് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് കാട്ടിത്തരാം. കുരുമുളക് ഒരു 2 ടീസ്പൂൺ ഉണ്ട്, നോക്കിക്കോളൂ. ഇഞ്ചി 1 പീസ്, 2-3 ചെറിയുള്ളി, 1 തക്കാളി പുളിയുള്ളത്, മുളക് പൊടി 1 ചെറിയ ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണിന് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിയിട്ടിടാം. ഒരു 3-4 തണ്ട് കറുവപ്പല ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇനി നമുക്ക് അതിൽ നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കാം. നമ്മൾക്ക് അതിലേക്ക് ഇനി നന്നായി പുരട്ടി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നോക്കണം. ഒരു വലിയ ടേബിൾ സ്പൂണിന് വറ്റൽമുളക് ചതച്ചെടുത്തതും കൂടി ഉണ്ട്, ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്, നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ ഇരിക്കട്ടെ. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ പൊള്ളിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കണത് എങ്ങനെയാണ് കാണിച്ചു തരാം. നമുക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം. ദോശക്കല്ല് ഒന്ന് നന്നായി ചൂടാവട്ടെ. അപ്പോൾ കല്ല് നന്നായി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണത്. ഒരു 3-4 തണ്ട് കറുവപ്പല ഇടുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ മീൻ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമുക്ക് മീനൊന്ന് ഇതിൽ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിടാം.
ഒരു സൈഡ് വെന്തോ ഒരു സൈഡും കൂടെ ഒന്ന് കുറച്ചും കൂടെ വേവാനുണ്ട്, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിനെ ഒന്ന് ഇലയിലെടുത്തിടാം. ഇല നന്നായി വാട്ടണം. ഇനി നമുക്ക് ഈ മസാല എല്ലാം ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ. അപ്പം ഇനി നമുക്ക് നന്നായി ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനെ ദോശക്കല്ല്, അതേ ദോശക്കല്ലിൽ തന്നെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം നല്ലപോലെ പൊള്ളിച്ചെടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ദോശക്കല്ലിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പുറം ഇപ്പുറം ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം ചെറിയ ചൂട്ടിൽ. അപ്പം അങ്ങനെ നമ്മുടെ പൊള്ളിക്കൽ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കട്ടെ. നല്ല ചൂടാറിയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ചൂടാറിയിട്ടുണ്ടാവും, തുറന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ മീൻ പൊള്ളിക്കലൊക്കെ കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക. പിന്നെ ഒരു കാര്യം, ഇതിൽ ചപ്പാത്തി, പൊറോട്ട, ദോശ ഇതിൽ കൂടിയൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ചോറിൽ കൂടി നന്നായിരിക്കും. പൊതുവെ ഒരു 2 പേർക്ക് കഴിക്കാൻ പറ്റും. ഇതേപോലെ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കണു. അതുവരെയും പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ.